ഞാനല്ല നിങ്ങളാ. ഇന്ന് ഭയങ്കര വിഷമപ്പെട്ട ഒരു വീഡിയോ ആണ്. ടി വി അടിച്ചു പോയി. ഞങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ച് വന്ന് ഞാൻ ടി വി വെച്ച് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി. സ്വിച്ച് ഓണായിരുന്നു, ടി വി ഓണായിരുന്നു. കറണ്ട് പെട്ടെന്ന് തന്നെയായിരുന്നു വന്നത്. നോക്കുമ്പോൾ ടി വി ഓണാകുന്നില്ല. എന്നാൽ പ്ലഗ് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓണാക്കിയപ്പം അവിടുത്തെ ഗ്രീൻ ലൈറ്റ് എത്തി, പക്ഷേ ടി വി ഓണാകുന്നില്ല. അപ്പോൾ അമ്മയ്ക്കറിയാവുന്ന ഒരാൾ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഡിസ്പ്ലേ പോയാണ്. വലിയ കാര്യത്തിൽ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ടി വിയുടെ റിമോട്ട് പോയിരിക്കുമായിരുന്നേ. അപ്പോൾ അതേണ്ട പുതിയ ടി വിയുടെ റിമോട്ട് ഇത് മൊത്തം പൊട്ടി പോയിട്ട് താഴെ പോയിട്ട് റിമോട്ട് വാങ്ങിച്ച് സ്വിച്ച് അവിടെ ഓണാക്കിയിട്ട് ഇവിടെ കത്തുന്നില്ല, അടിച്ചു പോയി. അപ്പം പറഞ്ഞോ. ചിലപ്പോൾ ഒന്ന് ടി വി നോക്കാൻ വേണ്ടി പോകണം. കാരണം ഞങ്ങളുടെ ഒരു കസിൻ അവിടെ ഉണ്ട്. അപ്പം പോകണം. എടുക്കില്ലെന്ന് അറിയത്തില്ല. കാരണം ഇപ്പോഴത്തെ ഇപ്പം ഓണത്തിൻ്റെ ഒക്കെ ഓഫർ കിടപ്പുള്ളതുകൊണ്ട് റേറ്റ് ആയിരിക്കും. പിന്നെ നമ്മളെപ്പോലുള്ളവരൊക്കെ EMI അല്ലേ, ക്രെഡിറ്റ് കാർഡിന് എടുക്കത്തില്ല. EMI എടുക്കണമെന്നൊരാഗ്രഹം. കാരണം ഇവിടെ എല്ലാവരും പോസ്റ്റാണ്. കാരണം ഇടയ്ക്കെങ്കിലും ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ടി വിയുടെ മുന്നിൽ വന്നിരിക്കും. ഞാനും അച്ഛയും സ്ഥിരം കാണുന്നതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ടി വി ആണ് ഞാൻ. അപ്പം ഞങ്ങൾ ആ പാടെ അതിനകത്ത് കാണുന്ന അളിയൻസ് എന്ന് പറയുന്നൊരു സീരിയലുണ്ട്. എനിക്കും അച്ഛയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് സീരിയൽ. ഞങ്ങളത് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ചോറുണ്ണാനൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വെക്കുമായിരുന്നു. അപ്പം അത് കാരണം ടി വിയും കൂടെ പോയപ്പോൾ നമ്മുടെ ഒരു അംഗം പോയതുപോലായിപ്പോയി. അപ്പം ഇന്ന് ഞങ്ങൾ ചിലപ്പോൾ നോക്കാൻ പോവും. ഒന്നും അറിയത്തില്ല. എല്ലാത്തിനും പൈസ വേണ്ടേ. ദൈവമാണെങ്കിൽ കിടന്ന് ഉറങ്ങുന്നു. അപ്പം ഇന്ന് ചിലപ്പോൾ നോക്കാൻ പോവും. ഇന്ന് ചിലപ്പോൾ നമ്മൾ നോക്കാൻ പോവോ? ചിലപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അച്ഛയോടൊന്നും പറഞ്ഞിട്ടുമില്ല. അച്ഛൻ വരണം. അച്ഛൻ കണ്ടിട്ട് പോയി. ഇനിയിപ്പം അച്ഛൻ സ്കൂൾ ബസ്സിൽ പോയേക്കുമല്ലേ. പോയിട്ട് വന്നു കഴിയുമ്പം എങ്ങനെയാണെന്നുള്ളത് തീരുമാനിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ എന്താണല്ലോ നിങ്ങളെ കാണിക്കും. ഇപ്പോൾ വീഡിയോ എടുക്കും. അപ്പോൾ നിങ്ങളെ കാണിക്കാതിരിക്കത്തൊന്നുമില്ല. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, ഒരു ടി വി അടിച്ചു പോയപ്പോൾ അടുത്ത ടി വി ഓടിപ്പോയി എടുക്കാൻ പോകുന്നത്. നാളെ ആരും പറഞ്ഞുണ്ടാക്കിയതാണ്ട് അവർ കാശുകാരാണ്. ഞങ്ങൾ EMI എടുക്കാനായിട്ടാണ് നോക്കുന്നത്. അത് മാസം എത്രയോ അടവ് കുറച്ച് കിട്ടുമോ അത്രയോ അടവ് കുറച്ച് കിട്ടുന്ന രീതിയിൽ മാസങ്ങൾ കൂട്ടാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇപ്പം തന്നെ ഒരു 3-4 ലോൺ ഉണ്ട് ഓൾറെഡി. അപ്പോൾ എല്ലാം കൂടെ നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്നതാണെങ്കിലേ ഉള്ളൂ. ഇല്ലെങ്കിൽ കണ്ടിട്ട് പോരും. ടി വി കാണത്തില്ല. എന്തായാലും അച്ഛൻ വരണം. അച്ഛൻ വന്നിട്ട് അച്ഛനോട് പറയണം. അച്ഛൻ വരട്ടെ. അങ്ങനെ അച്ഛൻ വന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ഓർക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ടി വി ചിലപ്പം വെള്ളിയാഴ്ച ആണ് വരുന്നത്. ടി വി ഏതൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം കാണിക്കാം. പറ്റും. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. എടുക്കുമെന്ന് പറയാം. ഇവിടെ ഭയങ്കര സൗണ്ടായിരിക്കും. നിങ്ങൾക്ക് കേൾക്കാൻ ചിലപ്പം പാടായിരിക്കും. ഈ ടി വി എല്ലാം ഞങ്ങൾ എടുക്കുന്നുണ്ട്. അവിടെ ഓണക്കി വെച്ച ആ ടി വിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ചൂട് ഈ റിമോട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് താഴെ പോയി കഴിഞ്ഞാൽ 2000 രൂപ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ.
കാണിച്ച് ടി വി എടുക്കാൻ പോന്നേ. നല്ല വലിപ്പമായിന്. ഫുഡെല്ലാം എന്താണ്ട് അവിടെ കാണുന്ന കടയിൽ നിന്ന് കഴിച്ചു കേട്ടോ. നിങ്ങൾ ഒട്ട് വൃത്തി വെച്ചാൽ എൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഈ ഒരു വൃത്തികെട്ട മണം വെച്ചാൽ എത്ര ഇറങ്ങി ആ വെളിയിൽ പോയി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വെളിയിരിക്കുവാണെങ്കിലും ഭയങ്കര നാറ്റമാണ്. അയ്യോ ലോക്കായി അച്ഛനാ ഇതാണ് കണ്ടല്ലോ. ഇനി ഇത് ഫിറ്റ് ചെയ്യാൻ നേരത്ത് ഇന്ന് തീരി ഇപ്പം അവരെ വിളിച്ചപ്പം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ. ഇന്ന് അവരെ വിളിച്ചപ്പോൾ അവർ അരമണിക്കൂറുള്ളിൽ ഇപ്പോൾ എത്തിക്കാൻ തന്നെ കുരിശുംകൂടെ എത്തിയെന്ന്. ഇവിടെ ടി വി എടുത്തു. സ്റ്റാൻഡ് വരുമോ അവിടെ പുറത്തോട്ട് ഇറക്കാനായിട്ടാ. സ്റ്റാൻഡ് ഇവിടെ വെക്കാനായിട്ടാ. അല്ലെന്ന് വെല്ലയുടെ കാര്യം പറഞ്ഞ അവൾക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ടാ. ഇവിടെ ടി വി ഫിറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സ്റ്റാൻഡ് അതാ. അച്ഛൻ അവിടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നു. ആള് വന്നു വണ്ടി കഴുകുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇനി വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.